ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെയും പോലെ തന്നെ ഒരു യാത്രയാണ്. അപ്പോൾ ഈ യാത്ര നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ് ഈ യാത്ര. അപ്പോൾ തൃപ്പരപ്പ് എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് ഒട്ടുമുക്കാൽ വ്ളോഗ്സിലും നമ്മൾ കാണുന്നതാണ്. അത്രയേറെ പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ സ്കൂൾ അവധിക്കാലം കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരക്ക്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയുമ്പോൾ ഇത് നാച്ചുറലായിട്ട് വരുന്ന വെള്ളമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളും എന്താണ് അതിൻ്റെ ഒരു നീറ്റ്നെസ്സും ഒക്കെ ഈ വെള്ളച്ചാട്ടത്തിനുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ കോതയാർ ഒഴുകി ഒരു 50 അടി എത്തുമ്പോഴാണ് 50 അടി താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള പ്രത്യേക സംവിധാനവും ജെൻസിന് പ്രത്യേകമായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളും എല്ലാവരും ഒരു വൺ ഡേ ട്രിപ്പായി വന്ന് വളരെയധികം സന്തോഷിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എനിക്കും വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ട് വലുതായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനും മോനും കൂടെ മാത്രമാണ് പോയത്. അപ്പോൾ മോന് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ പോയി ധാരാളം അതിൽ വെള്ളച്ചാട്ടത്തിൽ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ട വന്ന ഒരവസ്ഥ വന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലായി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുത്തു, മോൻ കുറച്ചെടുത്തു, കുറച്ച് ഞാനും എടുത്തു, അങ്ങനെയൊക്കെയാണ് എടുത്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കുറവുകളും ഒക്കെ ധാരാളം ഉണ്ടാവും, അതൊക്കെ ഫ്രണ്ട്സ് ക്ഷമിക്കുക. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളോ പാറക്കല്ലിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ വന്ന് വീഴുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെയൊന്നുള്ള അപകടങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സ്ത്രീകൾക്ക് വേറെ കുളിക്കടവും ജെൻസിന് വേറെ പുരുഷന്മാർക്ക് വേറെ കുളിക്കടവുമാണ്. പക്ഷെ നമുക്ക് തമ്മി ഇങ്ങനെ കാണാം. പക്ഷെ ആരും മറ്റുള്ളവരെ ഇൻ്റർഫിയർ ഒന്നും ചെയ്യുന്നില്ല. യഥേഷ്ടം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൽ എൻജോയ് ചെയ്യുകയാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. മോനിപ്പോൾ അതിലേക്ക് എൻജോയ് ചെയ്യാനായി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പരമാവധി ശ്രമിക്കുന്നു. ഭയങ്കര വെയിലും കൂടെ ആയിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ നിൽക്കുമ്പോൾ തണുപ്പാണെങ്കിലും ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭയങ്കര ചൂടും അസഹ്യതയും ഒക്കെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനും ശരീരത്തിനുമൊക്കെ വളരെയേറെ ഉന്മേഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഇത്. അപ്പോൾ യാത്ര എങ്ങനെ പോകണമെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഏകദേശം 55 കിലോമീറ്ററോളം ഈ ഭാഗത്തേക്ക് യാത്രയുണ്ട്. അതുപോലെ നാഗർകോവിലിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അറിയില്ല എനിക്കതിനെക്കുറിച്ച്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 55 കിലോമീറ്ററോളം ഉണ്ട്. ഒരു വൺ ഡേ ട്രിപ്പായി പ്ലാൻ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊരു സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും ഇവിടെ ഉണ്ട്. വെള്ളച്ചാട്ടത്തിൽ പോകാൻ കഴിയാത്ത കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്വിമ്മിംഗ് പൂളിലും അതുപോലെ അതിൻ്റെ സമീപത്തായി ചെറിയ പാർക്കും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ കരകവിഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ജലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മനോഹരമായ ഒരു പാർക്കും കുറച്ച് ആറിൻ്റെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പുരാതനമായ ഒരു ശിവക്ഷേത്രമുണ്ട്, മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അത് ശിവാലയ ഓട്ടത്തിൽ 3ാമത്തെ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. 9ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് ഐതിഹ്യം പറയുന്നു. 9ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് ഐതിഹ്യം പറയുന്നു. ഞാൻ അവിടെ എത്തിയത് ക്ഷേത്ര സമയം അല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം ഈ യാത്രയിൽ എനിക്കുണ്ട്. ഇനി ഒരു ദിവസം ഞാൻ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അതായത് ചുവർ, അതായത് ഭിത്തി. അതിമനോഹരമായ ഒരു മഹാദേവ ക്ഷേത്രമാണ്. അവിടെ ശിവാലയ ഓട്ടത്തിൽ 3ാമത്തെ ക്ഷേത്രമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. വീരഭദ്രനായാണ് മഹാദേവൻ ഇവിടെ ഭക്തർക്ക് ദർശനമരുളുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെ പ്രസക്തിയുള്ളതാണ്. അപ്പോൾ ആ ദർശനവും തൃപ്പരപ്പും കൂടെ കാണുകയാണെങ്കിലാണ് നമ്മുടെ ഒരു പൂർണ്ണ തൃപ്പരപ്പ് ദർശനം കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടേക്ക് പോകുന്ന നെട്ട എന്ന് പറയുന്ന ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ നെടുമങ്ങാട് നിന്ന് യാത്ര ചെയ്ത് പോകേണ്ടത്. ആര്യനാട്
നെട്ട ഈ ഭാഗം വഴി. ഇവിടെ നമുക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങളിങ്ങനെ കാണാൻ പറ്റും. വളരെ മനോഹരമായ ഈ വാട്ടർ ബോഡി എവിടെ കണ്ടാലും അത് അത്രയും ഹൃദ്യമാണ്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ കണ്ട് മടങ്ങി പോവുകയാണ്. ഇനിയും അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി കാത്തുകൊണ്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ലവ്.